ഇന്നത്തെ നമ്മളുടെ പ്രഭാതം എനിക്ക് ബാൽക്കണിയിൽ നിന്ന് കാണിച്ചു തരാനേ നിർവാഹമുള്ളൂ. കാരണം വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം രാവിലെ 6 മണിയാണ്. വെളിയിൽ നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞങ്ങളിപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ്. സുൽത്താൻ്റെ പൂവുണ്ടോ, വാടി തുടങ്ങി. കുറേ ദിവസമായില്ലേ. നല്ല മഴ കേട്ടോ. നമ്മൾ ഈ കൊടയൊക്കെ കൊണ്ട് കാറിൽ കയറുമ്പോഴും നമ്മൾ കയറുന്ന ഭാഗം എല്ലാം അങ്ങ് നനയും. കാരണം ഈ കൊട നമ്മൾ കയറി ഇരുന്നിട്ട് ഈ കൊട നടക്കുമ്പോഴേ കണ്ടോ മഴയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ ആ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈപ്പർ കണ്ടോ. ഇപ്പൊ നമ്മള് കറങ്ങാനൊന്നും അല്ല കേട്ടോ പോണത്. കുറച്ച് വെജിറ്റബിൾസും എടുത്തു വെക്കാൻ പറഞ്ഞു, അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനാണ് പോണത്. അപ്പൊ ആ കടയിൽ വിളിച്ച് പറഞ്ഞ് അന്ന് എടുത്തു വെച്ചേക്കാൻ പറഞ്ഞ് ഐറ്റംസ് കൊടുത്തു. പക്ഷെ ഇത്ര നല്ല ശക്തിയായിട്ടുള്ള മഴ ഭാവം അവരുടെ അടുത്ത് നമ്മൾ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് പോവാതിരിക്കണതും ശരിയല്ലല്ലോ. അപ്പൊ ഇനി ഈ സമയത്ത് പോക്കെ നടക്കത്തുള്ളൂ. കാരണം ഇനി നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയുടെ. മഴ പെയ്തപ്പോ ഒരു വലിയ മഴ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ മഴ കാണാനും പെയ്യാനും ഒക്കെ. പക്ഷെ ഇതില് ഈ മഴ മൂലം ആർക്കും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ളവർ മഴ കാണാൻ കൊതിക്കുന്ന ആൾക്കാർ, നമ്മളുടെ വ്യൂവേഴ്സ് കേട്ടോ, നമ്മുടെ സലു കിച്ചൻ വ്യൂവേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഴയുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ റോഡിൽ അധികം ആൾക്കാരൊന്നും ഇല്ലാണ്ടാ. പലതും നമ്മളിങ്ങനെ കാണുമ്പോഴേക്ക് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അത് തന്നെ അത്യാവശ്യ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് വീഡിയോ ലെന്ത് കൂടും. അപ്പോൾ കൂടുമ്പോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മള് ഈ അത്ര അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളും ഞങ്ങളും കട്ട് ചെയ്ത് മാറ്റും. അതുകൊണ്ടാണ് ഈ ചില സംഗതികളൊക്കെ നമ്മൾ പിടിച്ചാലും നമ്മൾക്ക് ഇടാൻ പറ്റാതെ വരുന്നത്. നല്ല മഴ പെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണിക്കുന്ന ആ ഒരു മ്യൂസിയം റോഡാണിത്. വെള്ളയമ്പലം മ്യൂസിയം റോഡാണ്. മഴ പെയ്യുമ്പോ ഇങ്ങനെയാണ് ഈ റോഡ് ഇരിക്കുന്നത്. നല്ല രസമാണ് കാണാന്. കണ്ടോ, ഇതേ കണ്ടോ നമ്മുടെ തിരുവനന്തപുരം സിറ്റി വൃത്തിയാക്കുന്നത് കണ്ടോ. കണ്ടോ അവരാ മഴയത്ത് പോലും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് എത്ര ഭംഗിയായിട്ടാണ് നോക്കിക്കേ അല്ലേ. അതൊക്കെയാണ് നമ്മളുടെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. ഞങ്ങൾ പാളയത്ത് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട്, അതായത് എനിക്കറിയുന്ന കാലം മുതൽ ഷാഹുലാക്കട മട്ടൻ കടയിൽ നിന്നേ മട്ടൻ വാങ്ങിക്കാറുള്ളൂ. ഇപ്പം അവിടെ സുൽഫിക്കാണ് ഉള്ളത്. ഇപ്പൊ ഒരു സംഭവം നടന്നേട്ടാ. ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ ഫോണില്ല. അപ്പൊ നിസ്സാറിക്ക് അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്സാറിക്ക് വണ്ടിയിൽ വന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഫോണ് വണ്ടിക്കകത്തുണ്ട്, പക്ഷെ വണ്ടിയുടെ ചാവി കാണാനില്ലാന്ന്. ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് അങ്ങനെ സൽമാൻ ഒരു ഉപകാരം ചെയ്തു തന്നു. കാരണം ഈ സംഭവം ഒടിച്ച് കയ്യിൽ തന്നിട്ടുണ്ട്. സംഭവം അറിയോ, ഞാൻ അപ്പോഴവിടെ മീൻ വാങ്ങിക്കാൻ വന്നില്ലേ. അപ്പൊ എനിക്ക് സംശയം, മീൻ വാങ്ങിക്കാൻ പോയപ്പോ പോക്കറ്റ് പേഴ്സ് എടുത്തപ്പോ ചിലപ്പോ പോയിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത് വെച്ചപ്പോ ഒരു കാറിന്റെ ചാവി കാണാം. അത് കിട്ടി. ഞാൻ ദൂരെ ഇവിടെ ഈ സ്ഥലത്ത് ഈ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റിന്റെ മുകളിൽ കൊണ്ടുവന്ന് അദ്ദേഹം വെച്ചിരുന്നു. അതിങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് അറിഞ്ഞത്. എന്റെ റബ്ബേ, ഞങ്ങള് കുറെ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മഴയത്ത് ചാവി തപ്പി നടന്ന്. എന്നാല് ഇവര് അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അവരത് നോക്കണുണ്ട്. അതാണ് രസം. നിങ്ങൾ പോയി കൊണ്ട് കാണിച്ചു കൊടു. അപ്പൊ അയാൾ പറഞ്ഞല്ലോ അവിടെ പോകുമ്പോ ഒരു ഷീറ്റ് ഇട്ട സ്ഥലമുണ്ട്, അതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ അയാളെ കൂടെ കയറ്റാനൊരു പേടി. എന്തായാലും ഒരു സംഭവം കിട്ടി.
നല്ല ഫ്രഷ് ആയിട്ടുള്ള നവര മീനും അതുപോലെ തന്നെ കുറച്ച് ചെമ്മീനും നെത്തോലിയാണ് ഇന്ന് നമ്മൾ വാങ്ങിച്ചത്. എനിക്ക് വലിയൊരു പണി കിട്ടി. അപ്പം ആ പണി കിട്ടിയതിൻ്റെ കോംപ്രമൈസ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. തണുപ്പിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ നിൽക്കാണ് കേട്ടാ. പണി തന്ന ആളല്ല, പണിക്ക് കൂട്ടുന്നത് പണിക്ക് കൂട്ടുനിന്ന ആണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യണം. നല്ല ഭംഗിയുള്ള കേക്ക് കേട്ടാ. ഇന്നലെ പകുതി കട്ട് ചെയ്ത് കഴിച്ചു. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതാണ് പറഞ്ഞത്, നല്ല ഭംഗിയുള്ള കേക്ക് കാണിച്ചു. ഇല്ലേ, നല്ല ഭംഗിയല്ലേ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇതെന്താണെന്നറിയാവോ? ഇതെനിക്ക് കൊച്ചിന്ന് നിസാ സജാൽ എനിക്ക് 1 മില്യൺ ആയപ്പോ എനിക്ക് അയച്ചു തന്ന സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. എന്റേതാണ് അഡ്രസ് വാങ്ങിച്ചത്. അടുത്ത് പറയില്ലെന്നും പറഞ്ഞിരുന്നു. ആണോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. ഒന്ന് പൊട്ടിച്ചെടുക്കുമോനെ അത്. അല്ല, ലെറ്റർ അല്ല കേട്ടാ. ഈ നിസാ സജാല് ഷജാലാണ് കേട്ടോ. നിസാ ഷജാല് ടപ്പർ വെയർ കൺസൾട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് ഇതേ ടപ്പർ വെയർ ആണ് അയച്ചു തന്നിരിക്കുന്നത്. എൻ്റെ ഒരു കട്ട വ്യൂവർ ആണ് കേട്ടോ നമ്മളുടെ നിസ. അപ്പൊ ഞാൻ എന്തായാലും നോക്കട്ടെ. ഇതേപോലത്തെ ഒരെണ്ണം മടയില്ലേ, ഗ്രീൻ കളർ. ഇങ്ങനത്തെ ഉണ്ട്, പക്ഷെ ഇത് എന്റെ ഉള്ളത് മസാല ബോക്സ് ആണ്, റെഡ്. അതല്ല, ഒരു ഗ്രീൻ ഇല്ലേ ചപ്പാത്തി വെക്കുന്ന? ഒരു ഗ്രീനും ഉണ്ടായിരുന്നു. എന്റെ മുൻപ് ഒരുപാട് ടപ്പർ വെയറിന്റെ ഞാൻ ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അതായത് അതെ എന്തിറങ്ങിയാലും അപ്പൊ വാങ്ങിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് കണ്ണാടി വെക്കുന്ന ബോക്സ്, കണ്ണാടി വെക്കുന്ന ബോക്സ് സുൽത്താന് വേണ്ടിട്ട് തന്നതായിരിക്കും. നീ കണ്ണാടി ഇടക്കിടക്ക് കണ്ണാടി വെക്കുന്നതന്നെ. നല്ല ഷേപ്പ് കേട്ടോ. എനിക്കിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒരു വെറൈറ്റി ടൈപ്പ് ഏതായാലും, ഇപ്പം ഗ്ലാസിന്റെ ആയാലും സ്റ്റീലിന്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് വെറൈറ്റി ടൈപ്പ് വെയിറ്റ്, ഇതിന്റെ പേര് ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത് ഇല്ലേ? ചോപ്പ് കളക്ടർ. ഇതായിരിക്കും ചോപ്പ് കളക്ടർ എന്ന് വെച്ചാൽ ചോപ്പ് കളക്ടർ ആണ്. പിന്നെ സ്റ്റോർ ആൻഡ് സെർവർ. അതായത് അതെന്താന്ന് ഇതിലില്ല കേട്ടോ. അത് അഡീഷണൽ സുൽത്താന് വേണ്ടിയാണ്. സൂപ്പർ ഗ്ലൂ ചെയ്തിട്ടിരിക്കുക. കൊള്ളാല്ലേ, നല്ല ക്യൂട്ട് ആയിരിക്കാണ്. ഇല്ല, എഴുതിയിട്ടില്ല. സ്കൂപ്പറാണ്. അപ്പം എന്തായാലും ഇത് അയച്ചു തന്നിരിക്കുന്ന നിസയ്ക്ക് എൻ്റെ വളരെ വളരെ താങ്ക്സ് പറയാണ്. കാരണം എന്നെ സർപ്രൈസ് ആക്കാനായിട്ട് ഇങ്ങനെ സൽമാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അയച്ചു. ഇവിടെ സാധനം വരുമ്പോഴാണ് ഞാൻ ഇതറിയുന്നത്. പക്ഷെ സാധനം വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പൊട്ടിക്കത്തില്ല കേട്ടോ. ഇനിയുണ്ട് ഗിഫ്റ്റ് ബോക്സുകൾ ഇവിടെ ഇരിക്കുകയാണ്. അത് ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ മുന്നിൽ മാത്രമേ എൻ്റെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാറുള്ളൂ. കൊള്ളാല്ലേ, നല്ല കളറ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിനും ഈ ടപ്പർ വെയർ കൺസൾട്ടൻസിനെയൊക്കെ അവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇത് കിട്ടും. ഞാനിതേ അഡ്രസ്സ് വേണമെങ്കിൽ ഇതേ കാണിക്കാം. ഇതാണ്. ഒരുപാട് പേര് ഇതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എന്തായാലും കിച്ചണിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രഷ് മട്ടൺ വെച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞത്, ചോപ്പർ അല്ലേ, ചോപ്പ് കളക്ടർ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മസാലപ്പൊടി അരച്ചെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വറുത്തു പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയും, അതായത് ഫെന്നൽ സീഡിൻ്റെ പൗഡർ, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും
പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിടുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയി കേട്ടോ. പിന്നെ ഞാനിവിടെ 4 വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കറക്കി എടുക്കണം. അതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിത് അരച്ചെടുക്കാം. മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളകും ഇതുപോലെ 2 ചെറിയ പീസ് ഇഞ്ചിയും 1 ഉണ്ട വെളുത്തുള്ളി, അതായത് 10-12 അല്ലി വെളുത്തുള്ളി വരും. അപ്പം ഇത് ഇത്ര ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്രഷർ കുക്കർ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഒന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ, എങ്കിലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. നമ്മളിത് അരച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ 3 സവോള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവോളയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 പീസ് പട്ട, ഒരു 4 ഗ്രാമ്പു, 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിവിടെ ഞാൻ ഇതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാലപ്പൊടികളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. അപ്പം ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത് കേട്ടോ. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും സവോളയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളുടെ ഈ സവോളയും അരച്ച മസാലയും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ മട്ടൺ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ മട്ടൺ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഒട്ടും വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല. നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ചാറ് ഊറി വരും. നമ്മൾ ഈ മസാലപ്പൊടി ഇട്ടപ്പോൾ തന്നെ ഉപ്പും ചേർത്താണ് അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നമ്മൾ നോക്കിയാൽ മതി, ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കർ മൂടിയിട്ട് 4 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. 4 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലെ ഗ്യാസ് ഓഫ് ചെയ്ത് സ്റ്റീമെല്ലാം പോയ ശേഷം മാത്രമേ നമ്മളിത് കുക്കർ തുറക്കത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് വേകുന്ന സമയം കേട്ടോ. അപ്പോൾ ഞാൻ 4 വിസിൽ കേട്ടപ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഓ, അടിപൊളിയായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുകയോ തക്കാളി ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് വരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രം എടുത്ത ശേഷമാണ് ഞാനിത് വരട്ടിയെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചട്ടി ചൂടാകുമ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാനുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് കുറച്ച് ചാറോട് കൂടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ വേവിച്ചതിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ചാറ് നമുക്ക് അതായത് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മട്ടൺ വരട്ടിയതില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. ഒരുപാട് ഗ്രേവിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിസാറിക്കാക്ക് അങ്ങനെ ഒരുപാട് ഗ്രേവിയൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് നിസാറിക്കാക്കാണ് ഞാനിങ്ങനെ മട്ടൺ വരട്ടി എടുത്തിരിക്കുന്നത്.
നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.